നിന്റെ പെണ്ണുമുള്ള നീ വിൽക്കലാണോ നീ എന്തോ മോനെ നിനക്ക് പെണ്ണുങ്ങളെ പറ്റി അറിയാവോ? നിന്റെ പെണ്ണുമുള്ള നീ വിൽക്കലാണോ ജീവിക്കണം? നിന്റെ പള്ളയാണോ ജീവിക്കണം? ഇതെന്താ നീ എന്തോ ഉണ്ടാക്കണം? എന്റെ അച്ഛനും അമ്മേനെ വിളിച്ചെന്തിനാണ് എന്നിട്ട് എന്റെ അച്ഛനും അമ്മനെ എന്റെ അമ്മയുടെ നായരെ നിങ്ങൾ എന്നെ വിളിച്ചെന്തിനാ കറി? അപ്പോൾ നമ്മുടെ ദിയാസന ചേച്ചി ബീപ്പ് സൗണ്ടിൻ്റെ ഇടയിൽ എന്തോ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ. ദിയാസന ചേച്ചിക്ക് ഇതാണ് പ്രശ്നം. ദിയാസന ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് പൂരെ തെറി പറയും. പുള്ളിക്കാരത്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ തെറി എന്ന് പറയുന്നത് ദിയ ചേച്ചിക്ക് മാത്രം അറിയുന്നൊരു സംഭവമാണെന്ന്. അങ്ങനെ അല്ല ചേച്ചി, തെറി എല്ലാവർക്കും അറിയാം. വായിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ അവയവത്തിൻ്റെ പേര് ചേർത്ത് അങ്ങോട്ട് വിളിച്ചാൽ പോരെ, അതാർക്കും പറ്റും. പക്ഷെ പോയിൻ്റ് ബൈ പോയിൻ്റ് എന്തിനാണ് തെറി പറയുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് തെറി പറയുന്നത്, അതിലാണ് കാര്യം. അല്ലാണ്ട് തെറി വിളിക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായിയും ദിയാസനയും ഇവരെല്ലാം കമ്പനിക്കാരായിരുന്നു. അപ്പോൾ എന്തോ സിബിനെ സപ്പോർട്ട് ചെയ്തു എന്നോ സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ദിയ ചേച്ചി ഒരു കോൾ ചെയ്യുകയാണ് ഈ ചങ്ങായിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പൂരത്തെറി. വീട്ടിലിരിക്കുന്ന മുത്തിക്കും മുത്തച്ഛനും മുത്തീൻ്റെ മുത്തിക്കും വീട്ടുകാരിലെ എല്ലാവരും, ആ ചെറിയ കുട്ടിക്ക് വരെ, അതായത് 15 വയസ്സുള്ള അനിയത്തിക്കുട്ടിക്ക് വരെ തെറി വിളിച്ചുകൊണ്ടാണ് ദിയ ചേച്ചി ഫോണിലൂടെ രോക്ഷാകുലയാകുന്നത്. അപ്പോൾ ആരാണ് ദിയാസന എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. എനിക്കും ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ 1, അതായത് ബിഗ് ബോസ് സീസൺ 1 ദിയ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വന്നത്? നമ്മുടെ മറ്റേ ചുംബന സമരം നടന്നില്ലേ കൊച്ചിയിൽ, അങ്ങനെയാണ് പുള്ളിക്കാരത്തേക്ക് പൊങ്ങി വന്നത്. അപ്പോൾ അതിലൊക്കെ മുന്നിട്ട് നിന്നിട്ട് എന്തോ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെയുള്ള പേരിലാണ് പുള്ളിക്കാരത്തി നടക്കുന്നത്. അതായത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും നല്ല ഒരു സാമൂഹിക കാര്യമാണ് തെറിവിളി എന്നുള്ളത്. അത് നാട്ടുകാർക്ക് പുതിയ പുതിയ തെറികൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പുള്ളിക്കാരത്തിൻ്റെ പണി. അപ്പോൾ എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ കേസായിരിക്കും. പക്ഷേ ഇത് ഇങ്ങോട്ട് വിളിക്കുന്നതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം പുള്ളിക്കാരത്തി പണ്ടേ തൊട്ടേ ഇങ്ങനെ തെറി വിളിക്കുന്നതാണ്. അപ്പം ഈ ഒരു തെറിവിളിക്ക് മുമ്പ് വേറെ പലരെയും പുള്ളിക്കാരത്തി തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് തെറിവിളി കേട്ട നമ്മുടെ ഒരു ചങ്ങായും കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ എന്താ പറയുന്നത് നോക്കാം. 2 കുട്ടികൾ, അതായത് 13 വയസ്സുള്ള എൻ്റെ മോനും 6 വയസ്സുള്ള എൻ്റെ മോളും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ കോൾ വരുന്നു. ഓക്കെ, നമ്മുടെ സുഹൃത്തിൻ്റെ കോൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു, ചേട്ടാ ദിയ ചേച്ചിക്ക് നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം ആയതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഞാൻ നിങ്ങളെ വെക്കാറില്ല, ഒന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഇടും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ ഞാൻ എടുക്കുന്നത് സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാണ്. അങ്ങനെ സ്പീക്കർ ഫോണിലിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതോടുകൂടി അങ്ങനെ ചേട്ടാ ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു. ഇവർ ഫോണ് വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷായിട്ടൊന്നും ആരെയും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല, വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ച് നിന്നിട്ടാണ്, ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് പറയാനായിരിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വോട്ടെവർ, ഞാൻ അത്ര ചിന്തിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ ഇടുന്നതോടുകൂടി ഞാൻ അവരോട് സംസാരിക്കുന്നതോടുകൂടി ഞാൻ പറയുന്നത് നമസ്കാരം, ഇതായി ടോണാണ് നമ്മൾ ഈ നമസ്കാരം തന്നെ. നമസ്കാരം, ഈ നമസ്കാരം പറഞ്ഞത് മാത്രമേ എൻ്റെ പൊന്നു മക്കളെ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ സീരിയസ്ലി 10-43 വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ തന്ന പോലെ നിർത്താതെ തെറിവിളി. ഈ തെറിവിളി 13 വയസ്സുള്ള എൻ്റെ മോൻ കേട്ടു, അവന് മനസ്സിലായി, ചില വേർഡ്സൊക്കെ അവന് മനസ്സിലായി. മോൾക്ക് മനസ്സിലായില്ല. മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം അച്ഛനുണ്ടെന്നുള്ള മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി. കാരണം വെച്ചാൽ നമ്മൾ സ്പീക്കർ ഫോൺ ഇടും സന്തോഷമായിട്ടൊരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം, തെറി ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ പിന്നീട് മനസ്സിലാക്കണം ഇതാണ് അവരുടെ രീതി എന്നുള്ളത്. അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടുന്ന് തെറി പറയുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാതെ. റെക്കോർഡിങ്ങിൻ്റെ ശീലം നമുക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് റൂമിലെത്തിയതിനു ശേഷം വാതിലടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവാരകത്ത്. അപ്പോൾ ഇതാണ് പുള്ളിക്കാരത്തിനെ കുറിച്ച് ആര് എന്ത് വിമർശനം നടത്തിയിട്ടുണ്ടെങ്കിലും വിളിക്കുക, തെറി പറയുക. ചിലപ്പോൾ ഈ വീഡിയോ ആ പുള്ളിക്കാരത്തി കണ്ടിട്ടുണ്ടെങ്കിൽ, ദിയ ചേച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ ഞാനും കേൾക്കേണ്ടി വരും തെറി. പക്ഷെ തെറി കേൾക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം
മനുഷ്യൻ്റെ ഒരു അവയവം, ആ അവയവത്തിൻ്റെ കൂടെ ചേർത്ത് വിളിക്കും. ഇത് തന്നെ പുള്ളിക്കാരത്തിൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തെറിവിളി ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ തെറി വിളിക്കാൻ അറിയുന്നത് വലിയ കാര്യവുമല്ല. അപ്പോൾ ദിയ ചേച്ചി തെറി വിളിച്ച് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും. അതായത് പിള്ളേരെ ചേർത്ത് വിളിച്ച്, കുട്ടികളെ വരെ കുട്ടികളുടെ മുമ്പിൽ നിന്നും കുട്ടികളെയും ചേർത്തിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പിന്നെ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതേപോലെ ഒരുപാട് കേസുകൾ വന്നിട്ടും പോയിട്ടും ഉള്ളതാണ്. അതുകൊണ്ട് ഇവർക്കിതൊന്നും ഒരു വലിയ സംഭവമല്ലാന്ന്. ഇവരിങ്ങനെ ഈ ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് തെറിയെങ്കിൽ തെറി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് പിന്നെ ഇവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. ജാസ്മിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. കാരണം ജാസ്മിനും കൂടിയാണ് ഈ പറയുന്ന ദിയ ചേച്ചീൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം നെഗറ്റീവ് കൂടാൻ വേണ്ടി പോകുന്നത്. കാരണം ജാസ്മിൻ്റെ സപ്പോർട്ടറും ജാസ്മിന് വേണ്ടി മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആളുകളെല്ലാം വകഞ്ഞു മാറ്റുന്ന ആളാണ് ദിയ ചേച്ചി. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ആ ഒരു ഇതിനും കളങ്കം വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ദിയ ചേച്ചീൻ്റെ തെറി ആരും എന്താ പറയുക കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഈ പറയുന്ന സംഭവം ഒന്ന് കേൾക്കാൻ നിൽക്കരുത്. ദിയ ചേച്ചീൻ്റെ വീഡിയോ വരുമ്പോൾ ലൈവ് വരുമ്പോൾ അന്നേരം പിള്ളേരോട് വീട്ടിൽ കയറി ഡോർ അടച്ചിരിക്കാൻ പറയുക. ഇല്ലെങ്കിൽ അറിയാമല്ലോ പൊന്നോ.